ശ്രീ ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ, ഈ കെ സുധാകരനും വി ഡി സതീശനുമൊക്കെ വന്നപ്പോൾ പറഞ്ഞു കേട്ട ഒരു വാക്കുണ്ട്, സെമി കേഡർ സിസ്റ്റം എന്ന്. പാർട്ടിയെ സെമി കേഡറിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. ഇതിപ്പോൾ സുധാകരനും സതീശനുമൊക്കെ മുന്നിൽ വലിയൊരു കേഡറായി നിൽക്കുന്നോ തരൂർ? വളരെ കൃത്യമാണ് നിങ്ങളുടെ ചോദ്യം. നോക്കൂ, UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന, തലയെടുപ്പുള്ള, ലോകമാസകലം അദ്ദേഹത്തിന് പേരും പെരുമയും ഉണ്ടായിരുന്ന, പണം ആവശ്യമില്ലാത്ത ഒരു 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 വ്യക്തി, ഒരു വിശ്വപൗരനെന്നോ അതൊന്നും നമുക്ക് വിളിക്കാം. അദ്ദേഹം പൊതുരംഗത്തേക്ക് വരികയും അത് അക്കാലഘട്ടത്തിൽ അത് ഏറ്റവും നല്ല പ്രസ്ഥാനമായിട്ട് അദ്ദേഹം കോൺഗ്രസിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനില്ല. അദ്ദേഹത്തിന് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, പ്രത്യാശകൾ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിനോ, നേരത്തെ ഹരിദാസ് സാറ് പറഞ്ഞ മാതിരിയില് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കിടയിൽ ഒതുങ്ങി നിന്ന് ആ തരത്തിൽ എന്തെങ്കിലും ഒരു മോഹവുമായിട്ടാണ് ശശി തരൂർ വന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം ചില തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഒന്ന്, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അതൊരു കുടുംബത്തിന്റെ ഒരു സ്വകാര്യ വസ്തുവായിട്ട് അവർ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്ത് പ്രത്യേക തരത്തിലുള്ള പുരോഗതിയോ മുന്നേറ്റമോ നടത്താൻ അവർക്ക് കഴിയുന്ന ഒരു അവസ്ഥയിലേക്കല്ല എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ബഹിസ്ഫുരണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, സമയമില്ല എന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നത് ജയരാജ് സാർ ഒരു ചികിത്സിക്കുന്ന ഡോക്ടർ അല്ല, ഒരു ഗവേഷകനാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എല്ലാ ബഹുമാനം നിർത്തി അദ്ദേഹത്തോട് ചോദിക്കുന്നു, അല്ല സർ, കേരളം വ്യവസായ സൗഹൃദമാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളോട് ആ എക്സാലോജിക് ഒന്ന് കേരളത്തിൽ ആരംഭിച്ച്, നേരത്തെ പരിചയമുണ്ടല്ലോ, കേരളത്തിലെ 100 കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു എന്റർപ്രണറായിട്ട് സ്വന്തം മകളെ കേരളത്തിലേക്ക് അതിനുവേണ്ടി അദ്ദേഹം പ്രാപ്തനാക്കാത്തത് എന്തുകൊണ്ടാണ്? രണ്ടാമത്, താങ്കൾ വഴി മാറിയാണെങ്കിലും ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പിച്ചച്ചട്ടിയുമായി കേന്ദ്രത്തിന് മുമ്പിൽ നമ്മൾ കൊടുക്കുന്നത് തന്നാൽ പോരെ? അല്ല സർ, തിരുവനന്തപുരം കോർപ്പറേഷന് പിരിക്കുന്ന നികുതി മുഴുവൻ കോർപ്പറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊടുത്താൽ അട്ടപ്പാടിയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്താൻ അട്ടപ്പാടിയിൽ നിന്ന് കിട്ടുന്ന അട്ടപ്പാടിക്ക് കൊടുത്താൽ മതിയോ? അങ്ങ് ഇടുക്കി പാക്കേജ്, ഇടുക്കി ജില്ലക്കാർക്ക് ഇടുക്കിയിൽ നിന്നും കിട്ടുന്ന പണം അവിടെ കൊടുത്താൽ മതിയോ? സർ, കുട്ടനാട്ടുകാർക്ക് കുട്ടനാട്ടിൽ നിന്നും പിരിക്കുന്ന നികുതിയുടെ വിഹിതം കൊടുത്താൽ മതിയോ? അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷന് കൊടുക്കുന്ന പണം കോഴിക്കോട് കോർപ്പറേഷൻ പിരിക്കുന്നതിന്റെ വിഹിതം മാത്രമായിരിക്കും. എന്റെ ഗ്രാമത്തിന് കിട്ടുന്ന പണം ആകുമോ? താങ്കളെപ്പോലുള്ള ഒരാള് കേരളത്തിലെ ഇന്ത്യയുടെ സാമ്പത്തിക വിനിമയത്തിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു ഗവേഷകനിൽ നിന്നും ഒരു ലോക്കൽ സെക്രട്ടറിയുടെയും താഴെ നിലവാരത്തിലേക്ക് ഇത്തരം ഒരു ചർച്ചയിൽ അങ്ങേ പോലെയുള്ള ഒരാൾ സംസാരിക്കുന്നതിനുള്ള വേദനയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമത് അങ്ങ് ചോദിച്ച ഒരു ചോദ്യം, എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ദേശീയത പറയുന്ന BJP നൽകിയത്? സർ, അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിശ്ചയിച്ചു കഴിഞ്ഞു. കേരളത്തിലോ 22% DAക്ക് അർഹരല്ലേ സർ നിങ്ങളും ഞാനും? എന്ന് കിട്ടുമെന്ന് ജയരാജൻ സാറിന് പറയാൻ സാധിക്കുമോ? അല്ല സർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ആവശ്യ മരുന്നുകളോ ആവശ്യത്തിന് ഡോക്ടർമാരോ ഉണ്ടോ? ഇന്ത്യയിലെ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? RRTക്ക് ആവശ്യമായി, ഇന്ന് നമുക്കറിയാം വന്യമൃഗങ്ങൾ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നടക്കുകയാണ്. RRTമാരുടെ കയ്യിലുള്ളത് കാട്ടിൽ നിന്നും വെട്ടിയെടുത്ത മുളങ്കമ്പ് മാത്രമാണ് എന്ന് സാറിന് നിൽക്കാൻ സാധിക്കും. ഏറ്റവും വലിയ വിപ്ലവം നടത്തിയ കേരളത്തിലെ വിക്ഷേപ സൗഹൃദമാണെന്നും കേരളം പുരോഗതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തില് നേരത്തെ കുറെ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. സർ, ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് മാസം 3 കേന്ദ്രത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആനുകൂല്യം കിട്ടാൻ ബാക്കിയുണ്ടോ? കേന്ദ്ര ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ബാക്കിയുണ്ടോ? ശമ്പള പരിഷ്കരണ കാര്യത്തിൽ, ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത് ഗവൺമെന്റ് ഉണ്ടോ? മാത്രമല്ല, അന്താരാഷ്ട്ര രംഗത്തുള്ള സാമ്പത്തികമാർ ഒരു കാര്യം പറയുന്നു, ലോകത്ത്, ജയരാജൻ ശ്രദ്ധിക്കണം, ലോകത്ത് അതിദ്രുതഗതിയിൽ വികസിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ഭാരതം. 6.2 മുതൽ 6.8 വരെയുള്ള സാമ്പത്തിക വളർച്ചാ നിരക്കുള്ള ഏതെങ്കിലും ഒരു രാജ്യം ലോകത്തുണ്ടെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ സർ, ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കാം. ഇന്ന് ഇന്ത്യയുടെ ആഗോള കയറ്റുമതി രംഗത്ത് ഇന്ത്യ നേടിയ നേട്ടത്തോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? വളർച്ചാ നിരക്ക്. അതുകൊണ്ട് ഇത് കേവലം സർ ഇത് മാത്രമല്ല. പക്ഷെ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, എന്നെ വേദനിപ്പിക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിനോട് കിടപിടിക്കുന്ന പുരോഗതി നേടിയ സംസ്ഥാനമായിരുന്നു എന്റെ കൊച്ചു സംസ്ഥാനം കേരളം. ഞാനും നിങ്ങളും അഭിമാനം കൊള്ളേണ്ട സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ കേരളത്തിലേക്ക് എത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ വളരെ ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളതും, കേരളം ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ പോലും സഹായിക്കാൻ കെൽപ്പില്ലാതെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായി പോയല്ലോ എന്നതിൽ വേദനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സർ ഞാൻ.